നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പോർച്ചുഗൽ താരം റൊണാൾഡോയുടെ കട്ട ഫാനായി ചമ്മാട്ടൊരു പെൺകുട്ടി. ചമ്മാട് സന്മൻസ് റോഡ് സ്വദേശിയും വാളക്കുളം KHM ഹയർ സെക്കൻഡറി സ്കൂൾ +2 സയൻസ് വിദ്യാർത്ഥിയുമായ KV റീഹയാണ് CR7ന്റെ കടുത്ത ആരാധിക. ഇഷ്ട ടീമിനും റൊണാൾഡോയ്ക്കും വിജയാശംസകൾ നേർന്ന് സ്വന്തം ചെലവിൽ ഫ്ലെക്സ് ബോർഡും വെച്ചിട്ടുണ്ട്. ചമ്മാട് സന്മൻസ് റോഡിലാണ് ഫ്ലെക്സ് വെച്ചിട്ടുള്ളത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിലും റീഹ ഇഷ്ട ടീമിന്റെ ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നു. അന്ന് 8ാം ക്ലാസ്സിലായിരുന്നു റീഹ. വെറുമൊരു ഫാനല്ല, റീഹയുടെ വീട്ടിലെ മുറിയുടെ ചുമരിൽ ഇഷ്ടതാരത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ കളികളും കാണാറുണ്ട്. പോർച്ചുഗലിന്റെ കളി കരിപ്പറമ്പിലെ ബിഗ് സ്ക്രീനിൽ അമ്മാവനൊപ്പം പോയി കാണും. ബാക്കിയുള്ളവ വീട്ടിൽ നിന്ന് TV-യിലും കാണും. ഏത് പാതിരാക്കാണെങ്കിലും കളി മുടക്കാറില്ല. കഴിഞ്ഞ ലോകകപ്പ് മത്സരത്തിൽ പോർച്ചുഗൽ തോറ്റപ്പോൾ പൊട്ടിക്കരഞ്ഞ റീഹയുടെ വീഡിയോ വൈറലായിരുന്നു. ബന്ധുക്കളാണ് വീഡിയോ എടുത്തിരുന്നത്. ഈ വീഡിയോ റൊണാൾഡോയുടെ സഹോദരി എൽമ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ചെറുപ്പത്തിലെ തന്നെ റൊണാൾഡോയുടെ ആരാധികയാണെന്ന് റീഹ പറഞ്ഞു. റൊണാൾഡോയുടെ കളിയാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ റൊണാൾഡോന്റെ വലിയ ഫാനാണ്. പിന്നെ അതുപോലെ ഞാൻ ചെറുപ്പം തൊട്ട് കാക്കാൻ്റെ ഒക്കെ കൂടെ കളിക്കാൻ പോകുമ്പോൾ അങ്ങനെയാണ് എനിക്ക് റൊണാൾഡോനൊക്കെ ഒരുപാട് ഇഷ്ടം. ഞാൻ അതേപോലെ 7th ഇതേപോലെ റൊണാൾഡോക്ക് കത്തൊക്കെ അയച്ച് അതിന് റീപ്ലൈ ഒക്കെ കിട്ടിയത്. ഇപ്രാവശ്യം വേൾഡ് കപ്പിന് നമുക്കൊരു ഫ്ലെക്സ് ഒക്കെ അടിക്കാമെന്ന് നമുക്കൊരു ഡ്രീമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിരുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഓരോ ഫാൻസിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളും, പിന്നെ RFW ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഇതേപോലെ ചാരിറ്റി കാര്യങ്ങൾ നമ്മൾ റൊണാൾഡോ ബേസ്ഡ് ആയിട്ട് അങ്ങനെ ഇതാക്കുന്നൊക്കെ. ഈ റൊണാൾഡോയുടെ ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ്? നല്ല വ്യക്തിയാണ്, പിന്നെ അതുപോലെ നല്ല ട്രൂ ആയിട്ടുള്ള വ്യക്തിയാണ്. അടിപൊളി കളിയൊക്കെയാണ്. എനിക്കിഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ് ആള്. കളികളൊക്കെ കാണാറുണ്ടോ? ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ക്ലബിലിരുന്ന് കാണലാണ്. ഏത് സമയത്താണെങ്കിലും കളി ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ കളിയും ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ കളിയെ കുറിച്ചുള്ള അഭിപ്രായം? ഫസ്റ്റ് കളി ജസ്റ്റ് നല്ല ബോറായിരുന്നു ഞങ്ങൾക്ക്, അത് നമുക്ക് വേഗം മനസ്സിലാവും. പക്ഷെ സെക്കൻഡ് കളി അടിപൊളിയായിരുന്നു. ആളുടെ ഫസ്റ്റ് ഗോൾ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ആ ഫ്രീ കിക്കിലെ ആക്ഷൻസ് ഒക്കെ സീനായത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കളി. ലെറ്റർ ഞാൻ 7th ജസ്റ്റ് കളി തോറ്റപ്പോൾ അന്ന് ഇങ്ങനെ ലെറ്റർ അയച്ച് അത് ഇത്തിരി ഫേമസ് ആയി. അങ്ങനെയൊക്കെ പിന്നെ ഫുള്ളും കുറേ ഫുട്ബോളിൻ്റെ ക്യാമ്പ് അങ്ങനെയൊക്കെ പോയി ഫുള്ളും. ലെറ്റർ ആർക്കാണ് അയച്ചത്? എങ്ങനെയാണ് അയച്ചത്? അത് ഞാനൊരു ഗ്രൂപ്പിലായിരുന്നു അയച്ചത്. ഗ്രൂപ്പിൽ നിന്ന് പിന്നെ ആള് അങ്ങനെ എല്ലായിടത്തും ഗ്രൂപ്പിലേക്ക് വിട്ടുകാണ്ട് അങ്ങനെ ഇത്തിരി ഫേമസ് ആയിരുന്നു. പോർച്ചുഗൽ എടുക്കാൻ സാധ്യത ഉണ്ടോ? എങ്ങനെയാണ്? മാക്സിമം കളിക്കട്ടെ. ലാസ്റ്റ് ഡാൻസ് അല്ലേ, റൊണാൾഡോ, മെസ്സി, നെയ്മർ. അതിപ്പം റൊണാൾഡോ എടുക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം. എന്നാലും അടിപൊളിയായിട്ട് പോണം ഈ വേൾഡ് കപ്പ്. ഇപ്പോള് കുറെ നമ്മള് ഒത്തിരി വലുതായല്ല, അപ്പൊ നമുക്ക് നമ്മള് പോക്കറ്റ് മണി ഒക്കെ കിട്ടുമ്പോ അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഫ്ലെക്സ് അടിക്കാം. സ്വന്തം ഇഷ്ടപ്രകാരം? എവിടെ വെച്ചിട്ടുണ്ട്? ഇവിടെ സെൻസ് റോഡില്. ഞാന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യങ് ബ്ലാസ്റ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുട്ബോൾ ഉണ്ട്, ത്രോ ബോൾ, അത്ലറ്റിക്, ടൈക്കോണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട്. സ്കൂൾ ടീമിലും ഉണ്ട്. അത് ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഇത് പുറത്തായിട്ട് അങ്ങനെ അതിന് ഹോളണ്ടിക്ക് സെലക്ഷൻ ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ അന്ന് പോയില്ലേന്ന് 8th. അതുവരെ ആരും വിട്ടില്ല. ഞാനൊരു ഗേള് മാത്രമായോണ്ട്. പരിശീലനത്തിനാണോ അല്ലെങ്കിൽ അവരുടെ ടീമിലേക്കാണ്? അവിടെ പരിശീലനത്തിന് ഓരോരോ സ്ഥലത്ത് നമുക്ക് മത്സരങ്ങൾ നടന്നിട്ട് അങ്ങനെ കുറച്ച് പേരെ ഫ്രീ ആയിട്ട് നമുക്ക് ഹോളണ്ടിക്ക് കൊണ്ടുപോകുന്നുണ്ട്. സൗജന്യമായിരുന്നു? എന്നിട്ടും കിട്ടിയില്ല, ഒരു കിട്ടിയില്ല. അന്ന് ഞാൻ 8th പിന്നെ കൊറോണ ടൈം അങ്ങനെയൊക്കെ ആയിട്ട്. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പില് ഇതേപോലെ കസിൻസ് ഊക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൊണാൾഡോന്റെ ഒരു വീഡിയോ എടുത്ത്, എന്നിട്ട് അത് ഓർക്ക് തന്നെ ഒരു ടിപ്സ് ഇതായിട്ട് റൊണാൾഡോന്റെ സിസ്റ്റർ എൽമ അത് സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു. ഇപ്പൊ ഇങ്ങനെ ക്യാമ്പിനൊക്കെ ആദ്യം കൊണ്ടുപോയില്. 9 ഇതിന്റെ കൊണ്ടുപോയില് ക്യാമ്പിനൊക്കെ. എന്റെ സ്കില്ല് കണ്ടുപിടിച്ചത് ദിനേശ് സാറ് പറയും, എന്റെ സേക്രട്ട് സ്കൂളില്. പിന്നെ ഇപ്പം ഷാഫിയാക്ക, സാറ്, റഫീഖ് സാറ് അങ്ങനെ കുറച്ച് പേരും
പിന്നെ RFW അവരൊക്കെയാണ് എന്നെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ബാഡ്മിന്റൺ, തൈക്കോണ്ടോ എന്നിവയിലും ചാമ്പ്യനാണ്. KV സലീഖിന്റെയും KM റസീനയുടെ മകളാണ്. പിതാവ് സലീഖ് അർജന്റീനയുടെയും ഉമ്മ റസീന ഫ്രാൻസിന്റെയും ആരാധകരാണ്. സഹോദരൻ റബാഹ് മാത്രമാണ് റീഹയ്ക്കൊപ്പം റൊണാൾഡോ ഫാൻസിലുള്ളത്. അനിയത്തി റിഫ അർജന്റീന ടീമിനൊപ്പമാണ്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. ഈ വെഡിംഗ് സീസൺ ആഘോഷമാക്കാം സമ്മാനങ്ങളിലൂടെ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് ദി വെഡിംഗ് സ്റ്റോറി. ഏപ്രിൽ 5 മുതൽ ജൂൺ 30 വരെ ആമയിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യൂ. വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1.9% മുതൽ. തീർന്നില്ല, ഡയമണ്ട് റിംഗ്, റിസോർട്ട് സ്റ്റേ ഫോർ കപ്പിൾ ആൻഡ് ഒരു വെഡിംഗ് പാർട്ടിക്ക് പണിക്കൂലി തിരികെ നൽകുന്നതുമാണ്. വേഗം പോരൂ ചെമ്മാട് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.